ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ 100 കോടി ഷെയർ നേടിക്കൊടുത്ത ഒരു സിനിമ എന്ന നിലയിൽ അറിയപ്പെടും ഇനി മുതൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും 100 കോടി ഇതുവരെ കളക്ഷൻ നേടും. 100 കോടി ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 250 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടുമ്പോഴത്തേക്കും കിട്ടുന്നതാണ് ഈ 100 കോടി രൂപ. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഷ പറഞ്ഞാൽ 300 കോടിക്ക് മുകളിൽ പോകുമ്പോഴാണ് ഈ 100 കോടി രൂപ ഷെയർ കിട്ടുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കോടി രൂപയാണ് ഇപ്പം പ്രൊഡ്യൂസറിന് ഷെയർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് ടാക്സും തിയേറ്റർ പ്രോഫിറ്റ് തിയേറ്ററിൻ്റെ വിഹിതവും കഴിഞ്ഞിട്ട് 100 കോടി രൂപ ലഭിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും മോഹൻലാൽ ഫാൻസുകാർ പറയുന്നുണ്ട് 100 കോടി രൂപ ഷെയർ കിട്ടി, പ്രൊഡ്യൂസറിന് 100 കോടി ലാഭമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഇടയ്ക്കൊരു വാർത്ത കേട്ടിരുന്നു 50 കോടി രൂപ ഓവർസീസിൽ നിന്നും ഷെയർ ആയിട്ട് കിട്ടിയെന്ന്. അത് ഒരു 2 ദിവസം മുമ്പാണ്. അപ്പോൾ ഇപ്പം തന്നെ 60 കോടി രൂപയ്ക്ക് മുകളിൽ ഓവർസീസിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഷെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ബാക്കി 40 കോടി രൂപ ആയിരിക്കണം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ 40 കോടി രൂപയുടെ 40 കോടി രൂപ ഷെയർ ഇന്ത്യൻ ഷെയറാണ്. അപ്പം 40 കോടി രൂപ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന് മൊത്തത്തിൽ കിട്ടും. പക്ഷേ ഓവർസീസിൽ കിട്ടിയ ഈ 60 കോടി രൂപ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് 30 കോടി രൂപയ്ക്ക് ഓവർസീസിൽ കച്ചവടം ആക്കിയതാണ്. അപ്പോൾ ഈ 30 കോടി രൂപ മാത്രമേ പ്രൊഡ്യൂസറിന് കിട്ടുള്ളൂ. അപ്പം ഈ 60 കോടി കിട്ടിയത് ഓവർസീസിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത പാർട്ടിക്കായിരിക്കും. അപ്പോൾ അവർക്കാണ് ഈ 60 കോടി രൂപ കിട്ടുന്നത്. പക്ഷേ കണക്ക് നോക്കുമ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഷെയർ കിട്ടിയ അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ 100 കോടി ഷെയർ കിട്ടിയ സിനിമ എന്ന് പറയുന്നത് എമ്പുരാൻ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മൾ സാധാരണ മലയാളികളും ഫാൻസുകാരും നോക്കുമ്പോഴത്തേക്കും അവർ ഇത് നോക്കിയാൽ മതി, തിയേറ്ററിന് എത്ര രൂപ കിട്ടി, അതായത് പ്രൊഡ്യൂസറിന് എത്ര രൂപ കിട്ടിയെന്നൊന്നും അവരറിയേണ്ട ആവശ്യമില്ല. സിനിമയ്ക്ക് ഇത്ര രൂപ മൊത്തം കിട്ടി, അവർ 30 കോടി രൂപയ്ക്ക് ഇപ്പം അത് വിറ്റില്ലായിരുന്നെങ്കിൽ ഈ ഷെയർ അവർക്ക് കിട്ടൂലായിരുന്നു. ഇപ്പോൾ അവരാണ് ഡയറക്റ്റ് റിലീസ് ചെയ്യാൻ പറ്റൂല, എന്നാലും ഡയറക്റ്റ് ആണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ അപ്പോൾ അവർക്ക് ആ ഷെയർ കിട്ടൂലായിരുന്നു. അവർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയില്ലേ ഈ 30 കോടി രൂപയ്ക്ക് വിറ്റത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ മതി. അപ്പം സത്യം പറഞ്ഞാൽ ഈ പ്രൊഡ്യൂസർമാർ പറയുന്ന കണക്കിനോട് എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം എന്താ വെച്ചാൽ അവർ പറയുന്നത് അവരുടെ കളക്ഷനായിട്ട് അവർ പറയുന്നത് ഷെയർ ആയിട്ട് കിട്ടിയ പൈസ മാത്രമാണ്. ടോട്ടൽ കളക്ഷൻ അവർ കാണില്ല. നിങ്ങൾ എന്തിനാണ് ടോട്ടൽ കളക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നതെങ്കിൽ അവർ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ചിലവായി, സിനിമയ്ക്ക് എത്ര രൂപ ബഡ്ജറ്റായി, അതിൽ നിന്നും അവരുടെ ബിസിനസ് എത്ര രൂപ ബിസിനസ് നടന്നു അല്ലെങ്കിൽ എത്ര രൂപ എസ്റ്റിമേറ്റഡ് ബിസിനസ് നടക്കും എന്നുള്ള എമൗണ്ട് കുറയ്ക്കണം. അത് കുറച്ചതിന് ശേഷം ബാക്കിയുള്ളതിനെ മാത്രമേ ഒരു ബഡ്ജറ്റായിട്ട് പറയാവൂ. കളക്ഷനെ മാത്രമേ അവർ തിയേറ്റർ ഷെയറിൻ്റെയും ബാക്കി ടാക്സും എല്ലാം കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് ഒരു കളക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ബഡ്ജറ്റ് പറയുമ്പോഴും അവർ ബാക്കിയുള്ള ഇൻകവും കൂടെ അതിൽ നിന്ന് കുറയ്ക്കണം. അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് ചിലവായത് മാത്രം അവർ മൊത്തത്തിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ മാത്രം കണക്ക് ബാക്കിയുള്ള എല്ലാ ചിലവും കഴിച്ചിട്ടുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അത് ഏത് രീതിയിൽ ശരിയാവും എന്നുള്ള കാര്യമുണ്ട്. അപ്പം മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി രൂപ ഷെയർ നേടുന്ന ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും അത് എമ്പുരാനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു മലയാളികൾക്കും, മോഹൻലാൽ ഫാൻസിനെന്നല്ല യാതൊരു മലയാളികൾക്കും അഭിമാനിക്കുന്നുള്ള കാര്യമാണ്. പക്ഷെ കണക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിലും അപ്പോൾ നമ്മളിപ്പം 220 കോടി രൂപയൊക്കെയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് ചിലർ പറയുന്നത് 150 കോടിയാണ്. നമുക്കൊരു എങ്ങനെ പോലും ഒരു 170-180 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് വരും. അപ്പോൾ ഇത് കവറാവണമെങ്കിൽ നമുക്കറിയാം 1/3 ഇതിൽ പ്രൊഡ്യൂസറിന് കിട്ടുള്ളൂ. അപ്പോൾ 180 കോടി രൂപ കവറായി വരുമ്പോഴത്തേക്ക് ഈ 30 കോടി രൂപ ഓവർസീസിൽ പോയി കഴിഞ്ഞു. ബാക്കിയുള്ള ഇന്ത്യൻ കളക്ഷനിൽ നിന്നാണ് ബാക്കി ഇത് പിടിക്കേണ്ടത്. 150 കോടി രൂപ 150 കോടി കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് 450 കോടി നേടണം. അത് അവർക്ക് തന്നെ അറിയാതെ നേടുള്ളൂ എന്നുള്ള കാര്യം. അവർ വേറെ ബിസിനസ്സുകൾ പല രീതിയിൽ അവർക്ക് ഇനി ബിസിനസ്സുകൾ നടക്കാനുണ്ട്, പല റൈറ്റ്സ് അവർക്ക് പോകാനുണ്ട്. ഈ സിനിമയൊക്കെ നമ്മുടെ ദൃശ്യം സിനിമയൊക്കെ കണ്ടിട്ടില്ലേ? ദൃശ്യം സിനിമയ്ക്കൊക്കെ ചൈനീസിൽ നിന്ന് അതിൻ്റെ ആ കഥ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടി അവർ അവകാശം വാങ്ങിച്ചു കഴിഞ്ഞു, കോപ്പിറൈറ്റ് അവരവിടെ വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുപോലെയൊക്കെയുള്ള ബിസിനസ്സുകൾ നടക്കും. ഒന്നും വേണ്ടേ മലയാളത്തിൽ ഇതുപോലെ ഒരു സിനിമ ചെയ്തില്ലേ? അതിനേക്കാളും വലിയ എന്ത് വേണം? അവർക്ക് ഇങ്ങനൊരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അവരത് ചെയ്തു. ഇത്രത്തോളം കളക്ഷൻ നേടിയ മലയാള സിനിമ വേറെ ഇല്ല. 7 ദിവസം കൊണ്ട് 9 ദിവസം കൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാൻ പോകുന്നു. പിന്നെ ഇതിൽ കൂടുതൽ എന്തോന്ന് വേണം? പിന്നെ ചിക്കഞ്ഞാൽ അതിൻ്റെ കണക്കൊന്നും എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഒരു മലയാള സിനിമ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ വിജയം തന്നെയാണ് എമ്പുരാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഇനിയിപ്പോൾ ആരും അതിൻ്റെ പുറകെ പോകണ്ട. ആ സിനിമയാണ് മലയാളത്തിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിവരയിട്ട് പറയുന്നു. അതിൻ്റെ ഈ മലയാളത്തിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എമ്പുരാനാണ് നമുക്ക് ഉറപ്പിച്ച് പറയാം. കാരണം അവർ എത്ര മുടക്കിയെന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് സിനിമയ്ക്ക് ഇത്ര കളക്ഷൻ കിട്ടിയോ, ഇത്രയും കളക്ഷൻ കിട്ടിയ മലയാള സിനിമ വേറെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ അത് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ പ്രൊഡ്യൂസറിന് പ്രോഫിറ്റ് ആണോ, പ്രൊഡ്യൂസറിന് ലോസ് ആണോ എന്നൊക്കെ പ്രൊഡ്യൂസർ നോക്കിക്കോളും. നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇത്ര കിട്ടിയോ, തിയേറ്ററിൽ നിന്ന് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് ഇത്ര കിട്ടിയോ, വേറെ ഏതെങ്കിലും സിനിമ ഇത്രയും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം മോഹൻലാലിൻ്റെ സിനിമ തന്നെയാണ് ഏറ്റവും മുകളിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഇതുവരെ ഒരു സിനിമ ഇല്ല, ഇതിൻ്റെ വാലത്ത് പിടിക്കുക ഒരു സിനിമയില്ല. ഇതിൻ്റെ ആദ്യ ദിവസം കളക്ഷൻ പോലും ചിലപ്പോൾ ചില നടന്മാരുടെ സിനിമ കിട്ടിയെന്ന് വരില്ല.
ടോട്ടലായിട്ട്. അപ്പം നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലിടാം. ഓക്കെ.